എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു മടിയോണ്ട് അങ്ങനെ അവിടെ കിടന്നൊരു വീഡിയോ ആണ്. ഇക്കാൻ്റെ സിസ്റ്ററും മക്കളൊക്കെ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല മഴയുള്ളൊരു സമയത്താണ് കേട്ടോ ഞങ്ങൾ ട്രിപ്പ് പോയത്. ഊട്ടിയിലേക്കാണ് പോയത്. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത്തായും മക്കളും ഹസ്ബൻഡും അതേപോലെ ഞാനും മക്കളും ഹസ്ബൻഡും പിന്നെ ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ ഉപ്പ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ ഇത്താൻ്റെ മോളാണിത്. അപ്പോൾ ഇതാ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടി നിർത്തിയതായിരുന്നു. പിന്നെ ഇതാ കുറച്ചങ്ങോട്ട് പോയതിന് ശേഷം കുറച്ച് സമയം ഞാൻ വണ്ടി ഓടിച്ചു. എനിക്ക് ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നേരം വണ്ടി ഓടിക്കാൻ ഒരു ഇഷ്ടം തോന്നിയിട്ട് അപ്പോൾ കുറച്ച് അവിടെ എത്തിയപ്പോൾ ഇതാ കുറച്ച് ആനയും മൃഗങ്ങളെയൊക്കെ കണ്ട് അവിടെ നിന്ന് വണ്ടി നിർത്തിയതാണ്. അങ്ങനെ അതാ കുറേ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കുറേ അങ്ങ് പോയപ്പോൾ പിന്നെ ഏകദേശം ഒരു ഉച്ച സമയമായപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അവിടെ ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ പരിപാടിയിലാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയില്ല. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അങ്ങനെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായപ്പോഴത് ഒരുപാട് പശുക്കൾ അവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കുറച്ചിങ്ങനെ ടാപ്പിൽ നിന്ന് വെള്ളമൊക്കെ പോകുന്നത് കണ്ടിട്ടാണ് കേട്ടോ അവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. അവിടെ പശുക്കൾ അങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ അതാന്ന് തോന്നുന്നു അവിടെ ഒരുപാട് പശുക്കളെ അപ്പം വന്നത്. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം സമയമായപ്പോഴേക്ക് ആ റൂമിലെത്തിയിട്ടോ. അങ്ങനെ ആ റൂമിലെത്തിയതിന് ശേഷം ആ മക്കളെല്ലാം പുതപ്പൊക്കെ ഇട്ട് മൂടി പുതച്ച് കിടക്കുന്നുണ്ട്. പക്ഷേ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. രാത്രി ആയപ്പോഴുള്ള ചെറിയൊരു തണുപ്പും അതേപോലെ തന്നെ രാവിലെ ആയപ്പോഴുള്ള ഒരു തണുപ്പും മാത്രമേ ഉള്ളൂ. അല്ലാതെ ചില സമയങ്ങളിൽ നമ്മൾ ഊട്ടിയിൽ പോയാൽ ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ. അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലല്ല ഞങ്ങൾ പോയത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, കുറച്ച് മുമ്പേ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. അപ്പം മക്കളൊക്കെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് ഫാമിലിയിൽ നിന്ന്. ഒന്നെങ്കിൽ ഇവർ നാട്ടിലുണ്ടാവില്ല, അതുകൊണ്ടാണ് പോകാൻ പറ്റാതിരിക്കൽ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ മക്കളൊക്കെ ഫുഡ് കഴിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ദോശ, ചട്നി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ദോശയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ, മസാല ദോശ, പ്ലെയിൻ ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് രാത്രിത്തേക്കുള്ള ഫുഡിന് വേണ്ടി വാങ്ങിച്ചത്.
അപ്പോൾ ഇതാ രാവിലത്തെ ഒരു ഊട്ടിയിലെ കാഴ്ചയാണ് കേട്ടോ. അതൊരു മോർണിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുപാട് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഉറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എണീറ്റപ്പോൾ ഉള്ളൊരു കാഴ്ചയാണിത്. അങ്ങനെ തന്നെ ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഊട്ടിയിലെ കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഉച്ച സമയമായപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അപ്പോൾ ഒരു വെജ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ട്രെയിനിൽ കയറാനാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടുന്ന് ട്രെയിനിലും എല്ലാം കയറി പിന്നെ കൂനൂർ ഇറങ്ങി അവിടുന്ന് നേരെ ഞങ്ങൾ വണ്ടി വെച്ച സ്ഥലത്തേക്ക് പിന്നെ ബസ്സിൽ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഊട്ടി വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.